മഹാലക്ഷ്മിയെ ഗുണ്ടകൾ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ താൻ കണ്ടതിന്റെ അവസാന ഭാഗം ശരിയായില്ല. ഗുണ്ടകൾ മഹാലക്ഷ്മിക്ക് നേരെ നിറയൊഴിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ മറ്റൊരു അവതാരമായ ദേ ആ നിൽക്കുന്നയാൾ അവിടെ എത്തി. അവന്മാരെല്ലാം തല്ലുകൊണ്ട് ചോര തുപ്പിയിട്ടുണ്ട്. ഇനി മെല്ലെ അവന്മാരിൽ നിന്ന് അറിയണം ആരാണ് അവന്മാരെ അയച്ചതെന്ന്. അതറിയാനൊന്നുമില്ല. മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും ശത്രുക്കൾ തന്നെയായിരിക്കും ഇത് ചെയ്തത്. 20 വർഷമായി നടക്കാത്ത കണ്ണൻ നടന്നു തുടങ്ങിയതാണ്. ഇതിനു മുമ്പ് രണ്ടാളെയും ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തിയതാ. ഇനിയൊന്നും പേടിക്കാനില്ല. കണ്ണാ, മോളെ, ഇവിടെ നിങ്ങളുടെ ജീവിതം തുടങ്ങുകയാണ്. പുതിയൊരു ജീവിതം. അതെ, സാർ മഹാലക്ഷ്മിയും നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങിക്കും. എനിക്കൊരിടം വരെ പോണം. ഈ രാത്രിയിൽ നീ എങ്ങോട്ട് മാർക്ക് പോന്നെ? ചിലരോടൊക്കെ നന്ദി പറയാനുണ്ട്. ശരി. കണ്ണാ, ഹൃദയത്തിൽ നന്മയുള്ളവരുടെ അരികിലേക്ക് അവർ പോലും അറിയാതെ നമ്മളെപ്പോലെ തന്നെ ശുദ്ധഹൃദയമുള്ളവരും എത്തും, ഏതാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ. അങ്ങനെ ഒരുവനാണ് ഈ പറയുന്ന മാർക്കോ. മഹാലക്ഷ്മിക്ക് താൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തന്റെ ഈ സന്തോഷം വെറുതെ ആയി പോകത്തില്ലായിരുന്നോടോ? അത് ഉറപ്പല്ലേ സാറേ? പിന്നെ ഞാൻ നടന്നിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ രണ്ടാളും അകത്തേക്ക് വെക്കോ. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന്. ആ ദിവസത്തെ സന്തോഷം നിങ്ങൾ പരസ്പരം പങ്കുവെക്കൂ. ചെല്ലുമോളെ. ഏയ്, പിടിക്കൊന്നും വേണ്ട, എനിക്ക് നടക്കാം. എന്തായി മോനെ? അമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? എന്നാലും പറഞ്ഞു കേൾക്കുമ്പോ ഒരു സുഖമല്ലേ? എന്നാ കേട്ടോ, മഹാലക്ഷ്മിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ അതിലും വലിയൊരു അത്ഭുതം കൂടി നടന്നു. ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോ നടന്നു തുടങ്ങിയ കണ്ണൻ സാറിനെ കണ്ടു. അയ്യപ്പാ, കലിയുഗ വരദാ, കാത്തു. ദേ നോക്ക്, ഇപ്പോഴും തൃക്കാർത്തിക ദീപം അണഞ്ഞിട്ടില്ല, തെളിഞ്ഞു തന്നെ കത്തുക. ഒരു ദിവസം വൈകിയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിച്ചേനമ്മേ. മഹാലക്ഷ്മി ഇപ്പോ നമുക്കൊപ്പം കാണില്ലായിരുന്നു. അങ്ങനെ നീ എത്താതിരിക്കില്ലല്ലോ. ഞാൻ മുരുകനെ ആവാഹിച്ചു തന്ന വേല് കയ്യിലിരിക്കല്ലേ? ഉണ്ട്. ഒരുപാടങ്ങ് പഴകിപ്പോയി. ഇനി ഇത് ഞാൻ തിരിച്ചെടുക്കുക. അല്ല, ഇതാണ് എന്റെ ശക്തി. ഇതിലും ശക്തിയുള്ളത് ഞാൻ തരാം.
ഇനി ഇത് നെഞ്ചത്ത് വെച്ചൊന്നും പ്രാർത്ഥിക്ക്. അയ്യപ്പസ്വാമി, മുരുകഭഗവാൻ എല്ലാ സഹോദരങ്ങൾ തന്നെയാ. കണ്ണൻമോൻ മല ചവിട്ടുമ്പോ കൂടെ നീ ഉണ്ടാകണം. അതിനാണല്ലോ ഞാൻ മാലയിട്ടത്. അന്ന് നിന്റെ സഹായം ഒരുപാട് വേണ്ടിവരുന്ന ദിവസാ. കണ്ണൻ മല ചവിട്ടി 18-ാം പടി കടന്ന് അയ്യപ്പസ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ ഒരു ഘട്ടം കഴിയും.